ഹലോ, എല്ലാവർക്കും യോ ഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 1, 2024. ഇന്ന് മുതൽ ഈ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. SSC, ബാങ്ക്, റെയിൽവേ അങ്ങനെ തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന A to Z വേർഡ്സിൻ്റെ മീനിങ് അല്ലെങ്കിൽ OWS വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു 1800 എണ്ണം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ നമുക്ക് ഇങ്ങനത്തെ വേർഡ്സൊക്കെ പഠിക്കാൻ കഴിയൂ. വൊക്കാബുലറി എന്ന് പറയുന്ന അത്രയും ഡെപ്തിൽ കിടക്കുന്ന കാര്യമാണ്. ഇത് ഈ ഒരു എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഹെൽപ്ഫുൾ ആവുക. സ്വന്തം വൊക്കാബ് കൂട്ടണം എന്നുള്ളവർക്ക്, കൂടുതൽ ഇൻഫർമേഷൻസ് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഇതിലാകെ ചൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു വൺ ടൈമെങ്കിലും ചോദിച്ചിട്ടുള്ള വേർഡ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ പോന്നോളൂ. കുറേ വേർഡ്സ് നമുക്ക് ഡെയിലി ഒരു 20 വേർഡ്സ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നോളജ് എത്രത്തോളം കൂടും. നമുക്കത് ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്തും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇംഗ്ലീഷിൻ്റെ ഒരു നമ്മൾ സെറ്റാവും ഇംഗ്ലീഷിൽ. ഓക്കെ, ഇത് മാത്രമല്ല, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, അതിനുശേഷം നമുക്ക് ഇഡിയം, സിനോണിംസ്, ആൻറ്റോണിംസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ 1 by 1 ആയിട്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും നന്നായിട്ട് കട്ടയ്ക്ക് പഠിച്ചു കൂടെ പോരും കേട്ടോ. ഞാൻ ആദ്യം വായിക്കുന്ന തേർഡ് കോളായിരിക്കും. അതായത് വൺ വേർഡ് എന്താണ്, അതിന് ശേഷം നമുക്ക് മീനിങ് പറയാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഫസ്റ്റ് വേർഡ് പറയുന്നത് അബൈറ്റ് ആണ്. അതിൻ്റെ മീനിങ് ബിക്കം ലെസ് ഇൻറ്റൻസ് ഓർ വൈഡ് സ്പ്രെഡ്, അതായത് ശക്തി കുറയുക, ശമിപ്പിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, രണ്ടാമത്തെ വേർഡ് അബാട്ടെയർ. അബാട്ടെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറവുശാല. ഓക്കെ, മൂന്നാമത്തത് അബോട്ട്, ഇറ്റ്സ് ദ സുപ്പീരിയർ ഓഫ് എ മൊണാസ്ട്രി, അതായത് മഠാധിപതി, ആശ്രമത്തിൻ്റെ അധിപൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, നാലാമത് വരുന്നത് അബ്രിവിയേഷൻ, അതായത് ടു റെഡ്യൂസ് ടു എ ഷോർട്ട് ഫോം ഇൻറ്റൻഡഡ് ടു സ്റ്റാൻഡ് ഫോർ ദ വോൾ, അതായത് നമ്മൾ ചുരുക്കി എഴുതുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, വലിയൊരു വീടിനെ നമ്മളിപ്പോൾ I am എന്നുള്ളതിന് IM അങ്ങനെ എഴുതാറില്ല, അതേപോലെ ചുരുക്കി എഴുതുന്നതിന് പറയുന്നതാണ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ അബ്ഡിക്കേറ്റ്. അതിൻ്റെ മീനിങ് വരുന്നത് ടു ഗിവ് അപ്പ് വൺസ് അതോറിറ്റി ഓർ ത്രോൺ, അതായത് നമ്മുടെ സ്ഥാനത്യാഗം ചെയ്യുക, അതായത് സിംഹാസനം ഉപേക്ഷിച്ച് പോവുക. ഓക്കെ, അങ്ങനെയുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്ത വേർഡ് അബ്ഡിക്കേഷൻ. അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ്, ആക്ട് ഓഫ് ഗിവിങ് അപ്പ് ദ ത്രോൺ, അതായത് അത് പിൻവാങ്ങി ഒഴിഞ്ഞു പോവുക, സ്ഥാനം ത്യാഗം ചെയ്യൽ, അതിൻ്റെ അതേ മീനിങ് തന്നെ. ഓക്കെ, സെവൻത്ത് വൺ അബിറേഷൻ, ഡീവിയേഷൻ ഫ്രം ദ റൈറ്റ് കോഴ്സ്, അതായത് വ്യതിചലിക്കുക, വഴി തെറ്റുക എന്നൊക്കെയുള്ള മീനിങ്. ഓക്കെ, അടുത്ത് വരുന്നത് അബ്ലൂഷൻ. അതിൻ്റെ മീനിങ് ദ ആക്ട് ഓഫ് വാഷിംഗ് വൺ സെൽഫ്, അതായത് നമ്മൾ ശുദ്ധീകരിക്കുക, സ്നാനം ചെയ്യുക, കുളിക്കുക, അങ്ങനത്തെ ആ മീനിങ് ആണ്. ഓക്കെ, നയൻത്ത് വൺ അബോളിഷ് ആണ് അടുത്ത വേർഡ്. ഫോർമലി പുട്ട് ആൻ എൻഡ് ടു എ സിസ്റ്റം, പ്രാക്ടീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് തുടർന്ന് പോകുന്ന ഒരു കാര്യത്തെ നിർത്തലാക്കുക, തടയുക എന്നൊക്കെയുള്ള മീനിങ്, അതായത് നമ്മളിപ്പോൾ സതി നിർത്തലാക്കി എന്നൊക്കെ പറയില്ല, ആ ഒരു മീനിങ്. ഓക്കെ, 10th വേർഡ് അബോറിജിനൽ. അതിൻ്റെ മീനിങ് പറയുന്നത് എക്സിസ്റ്റിംഗ് ഇൻ എ ലാൻഡ് ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ഓർ ഫ്രം ബിഫോർ ദ അറൈവൽ ഓഫ് കോളനിസ്റ്റ്, അതായത് ആദിമമായിട്ട് അവിടെ താമസിക്കുന്നവർ, പുരാതനമായിട്ട് അവിടെ താമസിക്കുന്നവർ, ആദിവാസി, ആ മീനിങ് ആണ് കേട്ടോ. ഓക്കെ, 11th വൺ അബോറിജിൻസ്. അതും സിമിലർ മീനിങ് തന്നെയാണ്, ദ ഇൻഹാബിറ്റൻസ് ലിവിങ് ഫ്രം ഏർലിയസ്റ്റ് ടൈംസ് ഇൻ എ കൺട്രി, പണ്ട് പുരാതനമായി തന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ എന്നുള്ള മീനിങ്. ഓക്കെ, 12th വൺ എന്ന് പറയുന്നത് അബ്രിഡ്ജ്, ടു ഷോർട്ടൻ എ പീസ് ഓഫ് റൈറ്റിംഗ് വിത്തൗട്ട് ലോസിങ് ദ സെൻസ്, അതായത് നമ്മളൊരു സംക്ഷിപ്ത രൂപം എന്ന് പറയുമല്ലോ, വലിയൊരു ഖണ്ഡികയുടെ ഒരു കുഞ്ഞൊരു ഭാഗമായിട്ട്, അതായത് കുറച്ച് വേർഡ്സിൽ അത് എന്താണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, 13ാമത്തത് അബ്രിഡ്ജ്മെൻറ്റ്. അതിൻ്റെ മീനിങ് എ ഷോർട്ട് ആൻഡ് വേർഷൻ ഓഫ് എ ലാർജർ വർക്ക്, സിമിലർ, നേരത്തെ പറഞ്ഞ വേർഡ് തന്നെ, വലിയൊരു വർക്കിൻ്റെ ഏറ്റവും ചുരുക്കിയിട്ട് നമുക്കിതെന്താണ്, നമ്മളിപ്പം ബുക്കൊക്കെ നോവലിൻ്റെയൊക്കെ പിന്നിൽ ഉണ്ടാവാറില്ലേ, അതിൻ്റെ ഏറ്റവും ഷോർട്ടനായിട്ട് എന്താണ് എന്നുള്ള. ഓക്കെ, അങ്ങനത്തെ സംക്ഷിപ്ത രൂപമാണ്. ഓക്കെ, അടുത്തത് 14th വൺ അബ്രോഗേറ്റ്, ക്യാൻസൽ ഓർ ഡു എവേ വിത്ത് എ ലോ ഓർ അഗ്രിമെൻറ്റ്, അതായത് റദ്ദാക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, 15th വൺ അബ്സല്യൂഷൻ, ഫോർമൽ ഫോർഗിവ്നെസ് ഓഫ് എ പേഴ്സൺ സീൻസ്, അതായത് കുമ്പസാരിക്കുക, തെറ്റിനോട് ക്ഷമിക്കുക, അങ്ങനെയുള്ള മീനിങ്. ഓക്കെ, പിന്നെ അടുത്തത് 16ാമത്തത് അബ്സേർഡ്, വൈഡ്ലി അൺറീസണബിൾ, ഇല്ലോജിക്കൽ ഓർ റിഡിക്കുലസ്, അതായത് അസംബന്ധം, വിഡ്ഢിത്തം അല്ലേ, അങ്ങനത്തെ മീനിങ് ആണ്. ഓക്കെ, 17th വണ്ണ് ആക്സിലറേറ്റ്, അറിയാമല്ലോ, ടു ഇൻക്രീസ് ദ സ്പീഡ്, നമ്മൾ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. ഓക്കെ, 18ാമത്തത് അക്കൊലൈഡ്, എനി അവാർഡ്, ഹോണർ ഓർ ലോഡേറ്ററി നോട്ടീസ്, അതായത് അംഗീകാരം, അഭിനന്ദനം എന്നൊക്കെ പറയുന്ന മീനിങ്.
Okay, 19th one, accomplice. A person who helps another to commit a crime or to do something morally wrong. ഓക്കെ, എ പാർട്ട്ണർ ഇൻ ക്രൈം, ആ വേർഡ് തന്നെ ഉണ്ട്, പാർട്ട്ണർ ഇൻ ക്രൈം, കൂട്ടാളി. ഓക്കെ, ഒരു തെറ്റ് ചെയ്യുന്നതിൽ ഹെൽപ്പ്, കൂടെ പ്രതിയെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ, കൂട്ടാളി, കൂട്ടുപ്രതി. ഓക്കെ, അങ്ങനത്തെ മീനിങ്. ഇനി നമ്മുടെ അവസാനത്തെ വേർഡാണ് കേട്ടോ ഇന്നത്തെ 20th വേർഡ്, അക്കോർഡ്. ബി ഹാർമണിയസ് ഓർ കൺസിസ്റ്റൻറ്റ് വിത്ത്, അതായത് യോജിക്കുക, സമ്മതിക്കുക, അനുകൂലിക്കുക, ഒരു ധാരണയിലെത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിൻ്റെ ഉടമ്പടിയിൽ അനുകൂലിച്ചു, അല്ലെങ്കിൽ അവർ ധാരണയിലെത്തി എന്നൊക്കെ ഉപയോഗിക്കില്ലേ, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വേർഡ് അക്കോർഡാണ്. ഓക്കെ, ധാരണയിലെത്തി, സമ്മതിച്ചു, അനുകൂലിച്ചു, യോജിച്ചു, അങ്ങനെയൊക്കെയുള്ള മീനിങ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ 20 വേർഡ്സ് ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ വേർഡ്സ് നമുക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കും, തീരെ അറിയാത്തതുണ്ടാവും. അപ്പം ഒന്നുകൂടിയൊക്കെ റിപ്പീറ്റഡായി വീഡിയോ കേൾക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ നോട്ട് എഴുതിയെടുക്കുന്നത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നറിയില്ല. നോട്ട് എഴുതുന്നത് തന്നെ ആയിരുന്നു ബെറ്റർ. പക്ഷേ ഒരു 1700-800 വേർഡ്സ് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നറിയില്ല. അല്ലാതെ നമുക്ക് കുറച്ച് ബോൾഡനായിട്ടുള്ള വേർഡ്സ് മാത്രം എഴുതിയെടുക്കാം. അത് റിപ്പീറ്റഡായിട്ട് SSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ നാളെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നിപ്പോൾ 20 എണ്ണമല്ലേ, നാളെ ഒരു 20 എണ്ണം, അപ്പോൾ 40 എണ്ണമാവും. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പഠിച്ചു പോവാം. എന്തെങ്കിലും നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ കൂടുതൽ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പഠനത്തിന് ഹെൽപ്ഫുൾ ആവുന്ന ഹിസ്റ്ററി, സയൻസ് റിലേറ്റഡ് ടോപ്പിക്സൊക്കെ ആയിട്ട് കവർ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമൻറ്റും ഷെയർ ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് എനർജി. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.